കാട്ടുപന്നിവേട്ട തുടർന്ന് എളവള്ളി പഞ്ചായത്ത്. കൃഷിനാശത്തിന് കാരണമാകുന്ന കാട്ടുപന്നികളെയാണ് മേഖലയിൽ വെടിവെച്ച് കൊല്ലുന്നത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായിരുന്ന പഞ്ചായത്തിൽ 5 കാട്ടുപന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ 150-ൽ പരം കാട്ടുപന്നികളെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നത്. നിരവധി കർഷകരുടെ കൃഷികൾക്ക് നാശം സംഭവിച്ചതിനെ തുടർന്ന് പ്രത്യേക അനുമതി തേടിയാണ് പന്നികളെ വകവരുത്താൻ തീരുമാനിച്ചത്. ഇതിനുള്ള ഉത്തരവ് നൽകാനുള്ള അധികാരം ഫോറസ്റ്റ് ലൈഫ് വാർഡന്മാർക്കായതിനാൽ സംസ്ഥാന സർക്കാർ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഓണററി ലൈഫ് വാർഡന്മാരായി ഉയർത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാനുള്ള അധികാരം ലഭിച്ചത്. തോക്ക് ലൈസൻസുള്ള 5 പേരാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിടികൂടുന്ന പന്നികളുടെ ഇറച്ചി വിൽക്കാനോ ഭക്ഷിക്കാനോ പാടില്ല. ഫിനോയിൽ മണ്ണെണ്ണ പോലുള്ള രാസപദാർത്ഥങ്ങൾ കലർത്തി മണ്ണിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. മേഖലയിൽ ആദ്യമായി കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് എളവള്ളി പഞ്ചായത്തിലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത്. 3 ലക്ഷം രൂപയോളം ഇതിനായി പഞ്ചായത്ത് ചെലവഴിച്ചു കഴിഞ്ഞു. ഒരു പന്നിയെ വെടിവെക്കാൻ 1000 രൂപയാണ് നൽകുന്നത്. സംസ്കരിക്കുന്നതിനായി JCBക്ക് പ്രതിദിനം 2000 രൂപയാണ് ചെലവ്. മൃഗശാലകളിലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കുന്നതിനായി സൗജന്യമായി പന്നിയിറച്ചി നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാരിന് പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ അനുകൂലമായ തീരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമഭരണസമിതി. കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു അവസരത്തിൽ കർഷകരെല്ലാം ഗ്രാമസഭകളിലൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരെ മുഴുവൻ ഈ റേഞ്ച് ലൈഫ് വാർഡന്മാരാക്കി ഉയർത്തുന്ന ഒരു ഉത്തരവിറക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇതിനകം 153 പന്നികളെയാണ് വെടിവെച്ച് കൊന്ന് കുഴിച്ച് ഇടുന്ന ആ പ്രവൃത്തി ഏറ്റെടുത്തത്. പുലർച്ചെ ഒരു 4 മണി വരെ ആണ് നമ്മൾ ഈ പന്നിവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്.